മെഡിക്കൽ ഇൻഷുറൻസ്, വാഹനങ്ങളുടെ ഇൻഷുറൻസ്, വാഹനങ്ങളുടെ PUC സർട്ടിഫിക്കറ്റ്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള OTT സർവീസുകൾ, ഇൻ്റർനെറ്റ്, കേബിൾ ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ എക്സ്പയർ ആകാൻ പോകുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഇവയുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് ആ സർവീസ് എക്സ്പയർ ആയി അല്ലെങ്കിൽ ഈ സർവീസ് എക്സ്പയർ ആകാൻ പോകുന്നു, ഇങ്ങനെയുള്ള അലേർട്ട് മെസ്സേജസ് നമുക്ക് ഇമെയിലായിട്ട് അയച്ചു തരുന്നൊരു ഗൂഗിൾ ഷീറ്റ്സ് ടെംപ്ലേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് വൺസ് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാം എല്ലാ ദിവസവും ഏതൊക്കെ സർവീസ് എക്സ്പയർ ആയി അല്ലെങ്കിൽ ഏതൊക്കെ സർവീസ് എക്സ്പയർ ആകാൻ പോകുന്നു ഇങ്ങനെയുള്ള അലേർട്ട് മെസ്സേജസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇമെയിൽ അയച്ചു തരും. ശ്രദ്ധിക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും ഈ ടെംപ്ലേറ്റ് തുറന്നു നോക്കേണ്ട കാര്യമില്ല. ഇനി ഇത്തരം ഒരു ഗൂഗിൾ ഷീറ്റ്സ് ടെംപ്ലേറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ ടേബിൾ നോക്കാം. ഞാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ PUC സർട്ടിഫിക്കറ്റ് അഥവാ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, അവയുടെ ഇൻഷുറൻസ്, എൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ്, ഞാൻ ഉപയോഗിക്കുന്ന OTT സർവീസുകൾ എന്നിവയുടെയൊക്കെ ലിസ്റ്റാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത കോളത്തിൽ ഈ ഓരോ സർവീസും ഞാൻ വാങ്ങിയ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത തീയതി കാണാം. അതിനടുത്ത കോളത്തിൽ, അതായത് മന്ത്സ് എന്ന കോളത്തിൽ ഈ ഓരോ സർവീസിൻ്റെയും അല്ലെങ്കിൽ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും കാലാവധി കൊടുത്തിരിക്കുന്നു. ഉദാഹരണത്തിന് PUC സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസമാണ്. ഇനി ഈ ഓരോ സർവീസും എക്സ്പയർ ആകുന്ന തീയതി എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. മോട്ടോർ ബൈക്കിൻ്റെ PUC സർട്ടിഫിക്കറ്റ് എടുത്ത തീയതി നോക്കാം. 5/11/2023, അതായത് 2023 നവംബർ മാസം 5-ാം തീയതി. 6 മാസമാണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. അങ്ങനെയെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകുന്ന ദിവസം കണ്ടെത്താനായിട്ട് ഈക്വൽ ഈ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ഈ ഡേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഡേറ്റ് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. അതായത് 2 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ഡേറ്റ് ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ്, സർട്ടിഫിക്കറ്റ് എടുത്ത തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് മന്ത്സ്, സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, -1 എൻ്റർ. നോക്കുക, ഫോർമുല 4/5/2024 എന്ന തീയതിയാണ് റിസൾട്ടായിട്ട് തന്നത്. അതായത് 2024 മെയ് മാസം 4-ാം തീയതി ഈ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകും. ഇനി ഇന്നത്തെ തീയതി നോക്കാം. 2024 മെയ് 11, അതായത് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയിട്ട് 7 ദിവസമായി. ഇനി സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയിട്ട് എത്ര ദിവസമായെന്നുള്ളത് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഈക്വൽ ഗൂഗിൾ ഷീറ്റ്സിൻ്റെ ഫോർമുല സജഷനാണ് ഈ കാണുന്നത്. നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഫോർമുല സജഷൻ ഹൈഡ് ചെയ്യാനായിട്ട് ഈ ക്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകുന്ന ദിവസം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, മൈനസ് ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ടുഡേ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇന്നത്തെ തീയതി, അതായത് കറൻറ്റ് ഡേറ്റ് ഫോർമുലയിൽ കിട്ടാനായിട്ടാണ് ടുഡേ ഫംഗ്ഷൻ ഉപയോഗിച്ചത്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫോർമുല -7 എന്ന റിസൾട്ട് തന്നത് കാണാം. അതായത് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയിട്ട് 7 ദിവസമായി. ഈ സംഖ്യ ഈ സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് സെൻറ്റർ. അടുത്തത് കാറിൻ്റെ PUC സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ എക്സ്പയറി ഡേറ്റും എക്സ്പയർ ആകാനായിട്ട് എത്ര ദിവസം ബാക്കിയുണ്ടെന്നുള്ളതും കണ്ടെത്താനായിട്ട് ഈ 2 സെല്ലുകളിലെ ഫോർമുലകൾ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. അതിനുവേണ്ടി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. നോക്കുക, കാറിൻ്റെ PUC സർട്ടിഫിക്കറ്റ് എടുത്തത് 2023 ഡിസംബർ 29-നാണ്. ഈ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകുക 2024 ജൂൺ മാസം 28-ാം തീയതിയാണ്. അതായത് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാനായിട്ട് 48 ദിവസം ബാക്കിയുണ്ട്. ഇനി ബാക്കിയുള്ള സർവീസുകളുടെ എക്സ്പയറി ഡേറ്റും ഡേയ്സ് ലെഫ്റ്റ് ഫോർ എക്സ്പയറിങ് കിട്ടാനായിട്ട് ഈ 2 സെല്ലുകളിലെ ഫോർമുലകൾ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. ഓരോ സർവീസും എക്സ്പയർ ആകുന്ന തീയതിയും എക്സ്പയർ ആയിട്ട് എത്ര ദിവസമായി അല്ലെങ്കിൽ എക്സ്പയർ ആകാൻ എത്ര ദിവസം ബാക്കിയുണ്ടെന്നുള്ളതും ഇവിടെ വന്നാൽ കാണാം. കേബിൾ സർവീസ് നോക്കുക. 2024 ജാനുവരി 26-നാണ് ഈ സർവീസ് എടുത്തത്. 3 മാസമാണ് കാലാവധി. 2024 ഏപ്രിൽ മാസം 25-ാം തീയതി ഈ സർവീസിൻ്റെ കാലാവധി അവസാനിച്ചു. അതായത് ഈ സർവീസ് എക്സ്പയർ ആയിട്ട് 16 ദിവസമായി. ഈ ഫോർമുലകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇവിടെ ടുഡേ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്പ്രെഡ്ഷീറ്റ് നമ്മൾ ഏത് ദിവസം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അന്നേ ദിവസം തുടങ്ങി എക്സ്പയറി ഡേറ്റ് വരേക്കും എത്ര ദിവസം ബാക്കിയുണ്ട് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എന്നുള്ളതാകും ഈ കോളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അടുത്തത് സ്റ്റാറ്റസ് എന്ന കോളത്തിൽ എക്സ്പയർ ആയ സർവീസുകൾക്ക് നേരെ എക്സ്പയർഡ് എന്നും അടുത്ത 7 ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആകാൻ പോകുന്ന സർവീസുകൾക്ക് നേരെ എക്സ്പയറിംഗ് സൂൺ എന്നും ഉള്ള മെസ്സേജുകൾ ഡിസ്പ്ലേ ചെയ്യണം.
അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റാറ്റസ് എന്ന കോളത്തിലെ ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഡേയ്സ് ലെഫ്റ്റ് എന്ന കോളത്തിലെ ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഈ സെല്ലിലെ വാല്യൂ 0 0 ചെറുതോ ആണെങ്കിൽ അതിനർത്ഥം ഈ സർവീസ് എക്സ്പയർ ആയെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്റ്റാറ്റസ് എന്ന കോളത്തിൽ എക്സ്പയർഡ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് എക്സ്പയർഡ് ഡബിൾ കോട്ട്സ് വീണ്ടും ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഡേയ്സ് ലെഫ്റ്റ് എന്ന കോളത്തിലെ ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7, ഈ സെല്ലിലെ വാല്യൂ 1 നും 7 നും ഇടയിലാണെങ്കിൽ സ്റ്റാറ്റസ് എന്ന കോളത്തിൽ എക്സ്പയറിംഗ് സോൺ എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് എക്സ്പയറിംഗ് സോൺ ഡബിൾ കോട്ട്സ് ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു തവണ കൂടി എൻ്റർ. നോക്കുക, ഈ സെല്ലിൽ എക്സ്പയർഡ് എന്ന റിസൾട്ടാണ് വന്നത്. കാരണം ബൈക്കിൻ്റെ PUC സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയിട്ട് 7 ദിവസമായി. ഇനി ഡേറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. 25 ആക്കുന്നു. നോക്കുക, സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാനായിട്ട് 13 ദിവസം കൂടെ ബാക്കിയുണ്ട്. സ്റ്റാറ്റസ് എന്ന കോളത്തിൽ മെസ്സേജ് പോയത് കാണാം. ഇനി വീണ്ടും ഡേറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. 16 എൻ്റർ. സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാനായിട്ട് 4 ദിവസം കൂടെ ബാക്കിയുണ്ട്. സ്റ്റാറ്റസ് എന്ന കോളത്തിൽ എക്സ്പയറിംഗ് സൂൺ എന്ന മെസ്സേജ് വന്നു. ഇനി ഈ സെല്ലിലെ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, എക്സ്പയർ ആയ സർവീസിന് നേരെ എക്സ്പയർഡ് എന്ന മെസ്സേജ് വന്നു. 2 ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആകാൻ പോകുന്ന സർവീസിന് നേരെ എക്സ്പയറിംഗ് സൂൺ. ഇനി എക്സ്പയർ ആയ സർവീസുകളെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതിനുവേണ്ടി ഈ ടേബിളിലെ കോളം ഹെഡേഴ്സ് ഒഴിച്ചുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഫോർമാറ്റ് റൂൾസ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം ഫോർമുല ഈസ് ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ സ്റ്റാറ്റസ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കുക. അതായത് F0 $F4 ഈക്വൽ ഡബിൾ കോട്ട്സ് എക്സ്പയർഡ് ഡബിൾ കോട്ട്സ്. നോക്കുക, സ്റ്റാറ്റസ് എന്ന കോളത്തിൽ എക്സ്പയർഡ് എന്ന മെസ്സേജുള്ള വരികൾ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. നമുക്ക് റെഡ് കളറിലാണ് ഈ വരികൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫിൽ കളർ ലൈറ്റ് റെഡ് സെലക്ട് ചെയ്യുന്നു. ഡൺ. ഇനി അടുത്ത 7 ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആകാൻ പോകുന്ന സർവീസുകൾ, അതായത് എക്സ്പയറിംഗ് സൂൺ എന്ന മെസ്സേജ് കാണിക്കുന്ന സർവീസുകളെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഡ് അനദർ റൂൾ, ഫോർമാറ്റ് സെൽസ് ഇഫ്, കസ്റ്റം ഫോർമുല ഈസ്, ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും സ്റ്റാറ്റസ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കുക. F4 ഈക്വൽ $F4 ഈക്വൽ ഡബിൾ കോട്ട്സ് എക്സ്പയറിംഗ് സൂൺ ഡബിൾ കോട്ട്സ്. നോക്കുക, എക്സ്പയറിംഗ് സൂൺ എന്ന മെസ്സേജുള്ള വരികൾ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. നമുക്ക് യെല്ലോ കളറിലാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫിൽ കളർ ലൈറ്റ് യെല്ലോ സെലക്ട് ചെയ്യുന്നു. ഡൺ. കണ്ടീഷണൽ ഫോർമാറ്റ് റൂൾസ് ക്ലോസ് ചെയ്യുന്നു. ഇനി സ്റ്റാറ്റസ് മെസ്സേജും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസുമൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതിലേതെങ്കിലും ഒരു ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത ഡേറ്റ് ഇവിടെ ഞാൻ വർഷം ചേഞ്ച് ചെയ്ത് 2023 ആക്കുന്നു. നോക്കുക, ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ട് ഇന്നേക്ക് 87 ദിവസമായി. സ്റ്റാറ്റസ് എന്ന കോളത്തിൽ എക്സ്പയർഡ് എന്ന മെസ്സേജ് വന്നു. ഈ വരി റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. വീണ്ടും ഡേറ്റ് ഞാൻ ചേഞ്ച് ചെയ്യുന്നു. ഇത്തവണ മന്താണ് ചേഞ്ച് ചെയ്യുന്നത്. മെയ് മാസമാക്കുന്നു. നോക്കുക, ഇൻഷുറൻസ് എക്സ്പയർ ആകാനായിട്ട് 3 ദിവസം കൂടെ ബാക്കിയുണ്ട്. സ്റ്റാറ്റസ് എന്ന കോളത്തിൽ എക്സ്പയറിംഗ് സൂൺ എന്ന മെസ്സേജ് വന്നാൽ കാണാം. സോ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഓരോ സർവീസിൻ്റെയും എക്സ്പയറി ഡേറ്റും ഡേയ്സ് ലെഫ്റ്റ് ഫോർ എക്സ്പയറിയും സർവീസുകളുടെ സ്റ്റാറ്റസും നമ്മൾ കണ്ടെത്തി കണ്ടീഷണൽ ഫോർമാറ്റ് റൂൾസ് അപ്ലൈ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ്, എല്ലാ ദിവസവും ഈ വർക്ക് ബുക്ക് ചെക്ക് ചെയ്ത് സ്റ്റാറ്റസ് എന്ന കോളത്തിലെ മെസ്സേജിനനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലേർട്ട്സ് മെയിൽ ചെയ്യുന്നൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എക്സ്റ്റൻഷൻസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ആപ്പ് സ്ക്രിപ്റ്റ്. എക്സലിൽ VBA ഉപയോഗിച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ മാക്രോസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ
ഗൂഗിൾ ഷീറ്റ്സിൽ പ്രോഗ്രാംസ് എഴുതാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഇൻ്റർഫേസ് ആണ് ആപ്പ് സ്ക്രിപ്റ്റ്. ഈ പ്രോജക്റ്റിന് പേര് കൊടുക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അലേർട്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. റീനെയിം. ഈ സ്ക്രിപ്റ്റ് എഡിറ്ററിൽ ഇനി പറയുന്ന കോഡ് ടൈപ്പ് ചെയ്യാം. ആദ്യം പ്രോഗ്രാമിൻ്റെ പേര് ചെക്ക് എക്സ്പയറി. സോ നമ്മുടെ പ്രോഗ്രാമായി. ശ്രദ്ധിക്കുക, ഇവിടെ റെസിപ്പിയൻറ്റ് ഇമെയിലിന് നേരെ എൻ്റെ ഔട്ട്ലുക്ക് ഇമെയിൽ ഐ ഡിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് നോട്ടിഫിക്കേഷൻ ഫ്രം ഗൂഗിൾ ഷീറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സബ്ജക്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി പ്രോജക്റ്റ് സേവ് ചെയ്യാനായിട്ട് സേവ് പ്രോജക്റ്റ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഔട്ട്ലുക്കിൻ്റെ ഇൻബോക്സ് ഒന്ന് കണ്ടോളുക. വീണ്ടും ഗൂഗിൾ ഷീറ്റ്സിൽ വരുന്നു. 3 സർവീസുകളാണ് ഉടൻ എക്സ്പയർ ആകാൻ പോകുന്നത്. 2 സർവീസുകൾ എക്സ്പയർ ആയി. ആപ്പ് സ്ക്രിപ്റ്റിൽ വരുന്നു. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റൺ. നോക്കുക, ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നാൽ കാണാം, ഓതറൈസേഷൻ റിക്വയർഡ്. അതായത് ഈ പ്രോഗ്രാമിന് നമ്മളുടെ ഗൂഗിൾ ഷീറ്റ്സ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ആവശ്യമാണ്. ആ പെർമിഷൻ കൊടുക്കാനായിട്ട് റിവ്യൂ പെർമിഷൻസ്, ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, അഥവാ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അഡ്വാൻസ്ഡ്, ഗോ ടു അലേർട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലേർട്സ് എന്ന പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റിന് നമ്മളുടെ ഗൂഗിൾ ഷീറ്റ്സ് കാണാനും നമുക്ക് ഇമെയിൽ അയക്കാനുമുള്ള പെർമിഷൻസ് കൊടുക്കുകയാണ്. ഇത് എപ്പോഴെപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല, ഒരൊറ്റ തവണ ചെയ്താൽ മതിയാകും. അലോ. നോക്കുക, എക്സിക്യൂഷൻ സ്റ്റാർട്ടഡ്, എക്സിക്യൂഷൻ കംപ്ലീറ്റഡ്. ഇനി ഔട്ട്ലുക്കിൻ്റെ ഇൻബോക്സ് നോക്കാം. പുതിയൊരു മെയിൽ വന്നിരിക്കുന്ന കാണാം. Expired items, Amazon Prime, Cable TV, items expiring soon, PUC certificate, medical insurance, Netflix. നോക്കുക, Amazon Prime, Cable TV, expired, PUC certificate, medical insurance, Netflix, expiring soon. ഇവിടെ നമുക്ക് പുതിയ 2 ഐറ്റംസ് കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഈ സെല്ലുകൾ താഴെ കോപ്പി ചെയ്യുന്നു. ക്ലബ് മെമ്പർഷിപ്പ്, രണ്ട് മാസമാണ് കാലാവധി. പന്ത്രണ്ട് മാസമാണ് കാലാവധി. നമുക്ക് ക്ലബ് മെമ്പർഷിപ്പ് എക്സ്പയർ ആയി. വെബ് ഹോസ്റ്റിംഗ് എക്സ്പയർ ആകാൻ പോകുന്നു. ഇനി ബൈക്കിൻ്റെ PUC സർട്ടിഫിക്കറ്റ് എടുത്ത് തീയതിയോടൊന്ന് ചേഞ്ച് ചെയ്യാം. 25 ആക്കും. സോ 3 സർവീസുകൾ എക്സ്പയർ ആയി. 3 സർവീസുകൾ എക്സ്പയർ ആകാൻ പോകുന്നു. ആപ്പ് സ്ക്രിപ്റ്റിൽ വരുന്നു. ഒന്നുകൂടി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്. റൺ. നോക്കുക, വീണ്ടും മെയിൽ വന്നിരിക്കുന്ന കാണാം. ആമസോൺ പ്രൈം, കേബിൾ TV, ക്ലബ് മെമ്പർഷിപ്പ് എക്സ്പയർഡ് ആയി. മെഡിക്കൽ ഇൻഷുറൻസ്, നെറ്റ്ഫ്ലിക്സ്, വെബ് ഹോസ്റ്റിംഗ് എന്നിവ എക്സ്പയർ ആകാൻ പോകുന്നു. ഇപ്പോൾ ഈ റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. പക്ഷേ നമുക്കതല്ല വേണ്ടത്. എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടണം. അതായത് ഈ വർക്ക് ബുക്കിൽ പോയിട്ട് ഏതൊക്കെ സർവീസ് എക്സ്പയർ ആയി അല്ലെങ്കിൽ ഏതൊക്കെ സർവീസ് എക്സ്പയർ ആകാൻ പോകുന്നു എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്ത് ഡെയിലി ബേസിൽ നമുക്ക് മെയിൽ വരണം. അതിനുവേണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡ് ബാറിലുള്ള ട്രിഗേഴ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ട്രിഗർ. ചെക്ക് എക്സ്പയറി എന്നുള്ളതാണ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ പേര്. സെലക്ട് ഇവൻറ്റ് സോഴ്സ്, ടൈം ഡ്രിവൺ, സെലക്ട് ടൈപ്പ് ഓഫ് ടൈം ബേസ്ഡ് ട്രിഗർ. എല്ലാ മണിക്കൂറിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവർ ടൈമർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ദിവസത്തിൽ ഒരു തവണ മാത്രം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താലും മതി. അതിനുവേണ്ടി ഡേ ടൈമർ സെലക്ട് ചെയ്യുന്നു.
അടുത്തത് സെലക്ട് ടൈം ഓഫ് ഡേ, അതായത് ഓരോ ദിവസവും ഏത് സമയത്താണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ 2 PM to 3 PM സെലക്ട് ചെയ്യുന്നു. അതായത് എല്ലാ ദിവസവും 2-നും 3-നും ഇടയിൽ ഈ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. സേവ്. ആപ്പ് സ്ക്രിപ്റ്റും ഗൂഗിൾ ഷീറ്റ്സും ഔട്ട്ലുക്കും ഒക്കെ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇനി ഇന്ന് 3 മണിക്ക് ശേഷം ഔട്ട്ലുക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സമയം 3 കഴിഞ്ഞു. 3:22 നമുക്ക് ഔട്ട്ലുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കുക, 3 മണിക്ക് ഒരു മെയിൽ വന്നിരിക്കുന്ന കാണാം. എക്സ്പയർഡ് ആയ ഐറ്റംസിൻ്റെയും എക്സ്പയർ ആകാൻ പോകുന്ന ഐറ്റംസിൻ്റെയും ലിസ്റ്റാണത്. 2-നും 3-നും ഇടയിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്തത്. ഇങ്ങനെ എല്ലാ ദിവസവും എക്സ്പയർ ആയ ഐറ്റംസിൻ്റെയും എക്സ്പയർ ആകാൻ പോകുന്ന ഐറ്റംസിൻ്റെയും മെയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. പ്രോഗ്രാം കാണാനായിട്ട് എക്സ്റ്റൻഷൻസ്, ആപ്പ് സ്ക്രിപ്റ്റ്, എക്സിക്യൂഷൻസ്. നോക്കുക, 2:59 പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടത്. കമ്പ്യൂട്ടറിൽ തന്നെ മെയിൽ ചെക്ക് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഇമെയിൽ പ്രൊവൈഡറിൻ്റെ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഔട്ട്ലുക്ക് ആകാം, ജിമെയിൽ ആകാം. അങ്ങനെയെങ്കിൽ ഫോണിൽ തന്നെ മെയിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നലെയാണ് നമ്മൾ അലേർട്ട് മെസ്സേജ് കിട്ടാനുള്ള പ്രോഗ്രാം എഴുതി ട്രിഗർ സെറ്റ് ചെയ്തത്. ഇന്ന് മെയ് 12 തീയതി. നമ്മുടെ പ്രോഗ്രാം അനുസരിച്ചിട്ട് എല്ലാ ദിവസവും 2-നും 3-നും ഇടയിൽ അലേർട്ട് മെസ്സേജസ് ഇമെയിലായിട്ട് നമുക്ക് കിട്ടണം. ഔട്ട്ലുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കുക, നോട്ടിഫിക്കേഷൻ ഫ്രം ഗൂഗിൾ ഷീറ്റ്. 3 മണിക്കാണ് മെയിൽ വന്നിരിക്കുന്നത്. എക്സ്പയർഡ് ഐറ്റംസ്, ആമസോൺ പ്രൈം, കേബിൾ TV, ക്ലബ് മെമ്പർഷിപ്പ്, ഐറ്റംസ് എക്സ്പയറിംഗ് സൂൺ, മെഡിക്കൽ ഇൻഷുറൻസ്, നെറ്റ്ഫ്ലിക്സ്, വെബ് ഹോസ്റ്റിംഗ്. ഇവിടെ ഇമെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച കോഡ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് സെക്ഷനിലും ഷെയർ ചെയ്തിട്ടുണ്ട്. കോഡ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ശേഷം ആപ്പ് സ്ക്രിപ്റ്റിൽ പേസ്റ്റ് ചെയ്തിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഗൂഗിൾ ഷീറ്റ്സിന് പുറമെ മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചും ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്, ഫോർമുലാസ്, ടിപ്സ് ആൻഡ് ട്രിക്സ്, ഷോർട്ട് കട്ട്സ് എന്നിവയൊക്കെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. മറ്റൊരു ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.